മറുപടി ലഭിക്കാത്ത പ്രാർത്ഥന. ഇയ്യോബ് 5-ാം അധ്യായം 1 മുതൽ 11 വരെ. ധ്യാനത്തിനായിട്ട് 5ഉം 6ഉം വാക്യങ്ങൾ. ഇപ്പോൾ നിനക്കത് ഭവിച്ചിട്ട് നീ വിഷാദിക്കുന്നു, നിനക്ക് തട്ടിയിട്ട് നീ ഭ്രമിച്ചു പോകുന്നു. നിൻ്റെ ഭക്തി നിൻ്റെ ആശ്രയമല്ലയോ? നിൻ്റെ നടപ്പിൻ്റെ നിർമ്മലത നിൻ്റെ പ്രത്യാശയല്ലയോ? 16-ാം ശതകത്തിൽ ജീവിച്ചിരുന്ന പൂന്താനം നമ്പൂതിരി ശ്രീകൃഷ്ണ ഭക്തനായ ഒരു ഭാഷാ കവിയായിരുന്നു. ജ്ഞാനപ്പാനയുടെ കർത്താവായ ആ ഭക്തഗ്രേസറിൻ്റെ ശ്രീകൃഷ്ണ ഭക്തിയെക്കുറിച്ച് അനേകം ഐതിഹ്യങ്ങളുണ്ട്. ഭഗവാൻ കൃഷ്ണൻ ഒരു മഹാസത്യം പൂന്താനത്തിന് വെളിപ്പെടുത്തി കൊടുത്ത കഥയാണ് അവയിൽ ഒന്ന്. ഒരു മാറാരോഗം പിടിപെട്ട് പൂന്താനം വിവശനായി. തൻ്റെ ഇഷ്ടദൈവമായ ശ്രീകൃഷ്ണനോട് തൻ്റെ രോഗം ഭേദമാകുന്നതിന് വേണ്ടി പലവട്ടം അദ്ദേഹം പ്രാർത്ഥിച്ചു. പക്ഷേ ശ്രീകൃഷ്ണൻ കൂട്ടാക്കിയില്ല. പിന്നെയും ആ ഭക്തൻ പ്രാർത്ഥിച്ചെങ്കിലും ഭഗവാൻ കേട്ട ഭാവം പോലും കാണിച്ചിട്ടില്ലത്രേ. പൂന്താനം പിന്നീട് ശിവനെ ശരണം പ്രാപിച്ചു. തൻ്റെ സങ്കടം ഉണർത്തിച്ചു. അദ്ദേഹം പൂന്താനത്തിൻ്റെ ദയനീയ അവസ്ഥ കണ്ട് മനസ്സലിഞ്ഞ് രോഗം സുഖപ്പെടുത്തി. പിന്നീട് പൂന്താനം ശ്രീകൃഷ്ണ സന്നിധിയിൽ ചെന്ന് അവിടുത്തെ ഭക്തനായ അടിയൻ്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കുകയോ ഈയുള്ളവൻ്റെ രോഗം ശമിപ്പിക്കുകയോ ചെയ്തില്ലല്ലോ എന്ന് പരിഭവത്തോടുകൂടി പറഞ്ഞു. ആ സമയത്ത് കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞത് എന്തായിരുന്നെന്നോ, എൻ്റെ പ്രിയപ്പെട്ട ഭക്ത, നിൻ്റെ പ്രാർത്ഥനകൾ ഞാൻ ശ്രദ്ധിച്ചില്ലെന്നും നിൻ്റെ രോഗം സുഖപ്പെടുത്തിയില്ലെന്നുമാണ് നിൻ്റെ പരാതി അല്ലേ? പക്ഷേ നിൻ്റെ രോഗം സുഖപ്പെടുത്തുവാൻ ഞാൻ കൂട്ടാക്കാഞ്ഞത് എന്തുകൊണ്ടാണെന്ന് നീ അറിഞ്ഞില്ല. നിൻ്റെ രോഗം സുഖപ്പെട്ടിരിക്കുന്നതിനാൽ എന്നെ പ്രാപിക്കുന്നതിനുള്ള കാലദൈർഘ്യം അത്രയ്ക്ക് വർദ്ധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി അനേകം ജന്മാന്തരങ്ങൾ ഈ ലോകത്തിൽ നിനക്ക് ജീവിക്കേണ്ടി വരും. ഈ ഐതിഹ്യത്തിൽ അതിശ്രദ്ധേയമായ ഒരു സത്യം അന്തർഭവിച്ചിട്ടുണ്ട്. ദുസ്സഹമായ ജീവിത ക്ലേശങ്ങളും മാരാരോഗങ്ങളും മൂലം നിത്യദുഃഖത്തിൽ കഴിയുന്നവർ തങ്ങളുടെ ദുരിതം ദൂരീകരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക സാധാരണമാണ്. ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നില്ല. പ്രാർത്ഥനകൾക്ക് നാം ആശിക്കുന്ന പോലെയുള്ള ഉത്തരം കിട്ടാതെ വരുമ്പോൾ ദൈവത്തോട് നാം ചിലപ്പോൾ പരിഭവം കാട്ടുകയും ചെയ്യും. ഈശ്വരൻ്റെ അത്യന്തികമായ പ്ലാനിൽപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്തും എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. ഇവിടെ എന്തും എന്നതിന് ഒരു അടിവര ഇടേണ്ടതാണ്. ചില വിപത്തുകൾ നമുക്ക് നേരിടേണ്ടി വരുമ്പോൾ ദൈവത്തിൻ്റെ കരുണയെയും സ്നേഹത്തെയും നാം ചോദ്യം ചെയ്യാറുണ്ട്. നമ്മുടെ ബുദ്ധിശക്തിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരിക്കില്ല ദൈവത്തിൻ്റെ ആത്യന്തികമായ സംവിധാന വ്യവസ്ഥ അനുസൃതമായ പ്രക്രിയകൾ. നമ്മുടെ സങ്കുചിതമായ ബുദ്ധിയുടെയും അറിവിൻ്റെയും കാഴ്ചയുടെയും പരിധിക്കുള്ളിലേക്ക് ദൈവത്തിനെയും ദൈവത്തിൻ്റെ പ്രവൃത്തികളെയും കൊണ്ടുവരാനാണ് നാം ശ്രമിക്കാറുള്ളത്. നമ്മുടെ ബുദ്ധിയിലും യുക്തിബോധത്തിലും ദൈവം ഒതുങ്ങാതെ വരുമ്പോൾ നാം അവിശ്വാസത്തിൻ്റെയും സംശയത്തിൻ്റെയും ഊടുവഴികളിലേക്ക് തിരിയുന്നു. നമ്മുടെ രോഗങ്ങളും ദുഃഖാനുഭവങ്ങളും മാറുന്നത് പോലെ തന്നെ മാറാതിരിക്കുന്നതും ദൈവത്തിൻ്റെ ആത്യന്തികമായ സ്നേഹത്തിൻ്റെ നിദർശനമായി കാണാൻ നമുക്ക് കഴിയുമ്പോൾ മാത്രമേ ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതിരിക്കുന്നതിൻ്റെ അർത്ഥവും നന്മയും നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഓർക്കണമേ, പുണ്യത്തിലേക്കുള്ള വഴി ഈശ്വരൻ്റെ പോലും തുണയില്ലാത്ത വിധം ഏകാന്ത ഭീകരമാണ്. ഫിലിപ്പിലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.